അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പോയാപ്പോൾ കൊടുക്കാൻ പോണേ? ഞാനേ എൻ്റെ വൈഫ് ഇന്നലെ അവളെ വീട്ടിലേക്ക് പോയതാ. അവളെ കൊണ്ടുവരാൻ പോവാണ് ഇപ്പോൾ. ഓളൊരു 4 ദിവസം അവിടെ നിന്നോട്ടെ, അപ്പോൾ തന്നെ കൊണ്ടായിട്ട് നേരം വെക്കുക. മൂസക്കുട്ടിയെ, സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ വൈഫില്ലാതെ ഒരൊറ്റ ദിവസം ജീവിക്കാൻ പറ്റൂല. എൻ്റെ കാര്യം മറിച്ചാണ് കോയാപ്പൂ. പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്നാ പെണ്ണുങ്ങളില്ലെങ്കിലോ ഒരു പ്രശ്നവും ഇല്ല. അത് എന്തുകൊണ്ടൊന്നും അറിയാം മൂസക്കുട്ടിയെ. കെട്ടിയ പെണ്ണിനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ്. എനിക്ക് സ്നേഹമില്ല. ആദ്യം സ്നേഹിക്കാൻ പഠിക്ക്. ഞാൻ സ്നേഹിച്ച മാതിരി ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അത്രക്കും സ്നേഹം എൻ്റെ ഭാര്യനോട് എനിക്ക്. എന്നിട്ടും അവൾ എന്നെ ചതിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റൂല കോയാപ്പൂ. ഞാൻ ഒരിക്കലും നിന്റെ ഭാര്യയെ കുറ്റം പറയില്ല മൂസക്കുട്ടിയെ. അവൾ നല്ല പെണ്ണാ. അവളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൾ നല്ല പെണ്ണായതുകൊണ്ടാണല്ലോ അവൾ എന്നെ വിട്ട് ഇറങ്ങിപ്പോയത്. എങ്ങനെ പോകാതിരിക്കും മൂസക്കുട്ടിയെ? എൻ്റെ പെങ്ങന്മാരും ഉമ്മയും അവൾക്ക് വല്ല സുഖം കൊടുത്തിരുന്നോ? എൻ്റെ അമ്മാനും പെങ്ങന്മാരും പറയരുത്. അവരെടുത്തല്ല തെറ്റ്. അവളാണ് പ്രശ്നക്കാരി. അത് എനിക്കറിയില്ല കോയപ്പോ. എൻ്റെ അമ്മാനും പെങ്ങന്മാരും പറഞ്ഞപ്പോൾ എനിക്ക് പറ്റണില്ല. തെറ്റും ശരിയും എവിടെയാന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം. എൻ്റെ അമ്മാനേറ്റും എൻ്റെ പെങ്ങന്മാരേറ്റും അവളാണ് പ്രശ്നം ഉണ്ടാക്കല്. അതൊക്കെ എനിക്കറിയാം മൂസക്കുട്ടിയെ. ഞാൻ എൻ്റെ മാലിന്യത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ അയൽവാസികൾ പറയട്ടെ എൻ്റെ ഭാര്യ തെറ്റുകാരിയാണെന്ന്. പറയൂലടോ, പറയൂല. എൻ്റെ അമ്മായിമ്മ പോലും നാത്തും പോലും കുറച്ച് കൂടുതലാണ്. അതേനാണ് അയൽവാസികളും പറയുന്നത്. മൂസക്കുട്ടിയെ, ഒന്ന് ഓർക്കണേ നല്ലതാ. എൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ട് ഈ ഗതി അവർക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുക. പക്ഷേ മൂസക്കുട്ടിയെ, ഒന്നിച്ച് മനസ്സിലാക്കിക്കോ. നമ്മളെ വിശ്വസിച്ച് നമ്മൾ നിക്കാഹ് ചെയ്ത് നമ്മളെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണാണ് അവള്. അവളെ ഉമ്മാനും ഉപ്പാനും കുടുംബങ്ങളെയും ഒഴിവാക്കി പിന്നെ നമ്മളവളെ വേദനിപ്പിക്കാൻ പാടുണ്ട മൂസക്കുട്ടിയെ. ആ ശാപം മരിച്ചാലും ഒഴിവാകൂല മൂസക്കുട്ടിയെ. പത്ത് മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മാനെ മറക്കാൻ പാടില്ല. നമ്മുടെ പെങ്ങന്മാര് നമ്മളെ കൂടെ പിറപ്പുകളാണ്. അവരെയും വെറുക്കാൻ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കാം. ഭാര്യയുടെ വാക്ക് കേൾക്കരുത്. ഉമ്മാന്റെയും പെങ്ങന്മാരും വാക്ക് അതും കേൾക്കരുത്. സത്യം ആരുടെ ഭാഗത്താണോ അത് മനസ്സിലാക്കുക. പോയപ്പോ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നോട് ക്ഷമിക്കണം.
മൂസക്കുട്ടിയെ എന്നോടല്ല മാപ്പ് പറയേണ്ടത് നിന്റെ ഭാര്യയോടാണ്. ആണത്തുമുണ്ടെങ്കിൽ അവളെ പോയി കൊണ്ടുപോയി. ഞാൻ വിളിച്ച അവള് വരില്ല കോയാപ്പു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഇജ് തയ്യാറാണോ? ഞാൻ തയ്യാറാണ് കോയാപ്പു. ബാക്കി കാര്യം ഞാൻ ഏറ്റു മൂസക്കുട്ടിയെ. ഞാൻ അവളെ വാപ്പാനറ്റൊന്ന് കണ്ട് സംസാരിക്കട്ടെ. ആ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എവിടുക്കാ സുലൈമാനെ പോണ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ അങ്ങാടിക്കൊന്ന് പോവുകയാണ്. കുറച്ച് മീനും പച്ചക്കറിയൊക്കെ ഒന്ന് കിട്ടണം. എല്ലാ ഇജ്ജിപ്പോ എവിടുക്കാ പോണത്? ഞാൻ നിങ്ങളൊന്ന് കാണാൻ വന്നതാണ്. എന്തിപ്പോ പ്രത്യേകിച്ച്? ഞാൻ മൂസക്കുട്ടീനെ കണ്ടിരുന്നു. അവനക്കൊരു മനമാറ്റം വന്നിട്ടുണ്ട്. അവളെ കൊണ്ടുപോകാനുള്ളൊരു അഭിപ്രായം ഉണ്ടോ? ഇപ്പൊ എൻ്റെ മോക്കൊരു സമാധാനമുണ്ട്. ഇപ്പൊ ഓളവിടെ നിന്നോട്ടെ. ഇപ്പൊ അത് വേണ്ട. സുലൈമാനെ, മൂസക്കുട്ടിക്ക് ഇപ്പൊ സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ശരി ആരെടുത്താണ് തെറ്റാരെടുത്താണെന്നൊക്കെ എനിക്ക് ഇപ്പം അറിയാം. അതുകൊണ്ട് മോളെ അങ്ങോട്ട് പറഞ്ഞേക്കണം. പോയപ്പോ ഇമ്മിയും മോളും നേരാവോ? എനിക്ക് തോന്നുന്നില്ല. സുലൈമാനെ, ഇജിപ്പോൾ എന്താ കണ്ടിക്കേണ്ടത്? എൻ്റെ മോക്ക് ആട് പോവാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ബന്ധം നമ്മളാണ്ട് വേണ്ടാന്നാണ് വെക്കുക. സുലൈമാനെ, ഒരു വട്ടം കൂടി ഒന്ന് പറഞ്ഞയച്ച് നോക്കിക്കൂടെ? പോയപ്പോ അന്നെപ്പോലുള്ള മാന്യന്മാർ വന്ന് പറയുമ്പോൾ എതിർക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് സമ്മതമാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ മോള് കേൾക്കും. പക്ഷേ പോയപ്പോ ഇതെല്ലാം ഏൽക്കണം. അതൊക്കെ ഞാൻ ഏറ്റു സുലൈമാനെ. ഈ ഒന്നുകൊണ്ടും ബേജാറാവണ്ട. നാളെ മൂസക്കുട്ടി വരും. അവൻ്റെ കൂടെ എൻ്റെ മോളെ പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞയച്ചോളാം. ഉമ്മാക്കും മോക്കും ഞാനൊരു കാശെടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർ നന്നായിക്കോളും. അപ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയാൽ മതിയായപ്പോൾ പോയപ്പോ എനിക്ക് വയസ്സും പ്രായമായില്ലേ. മക്കളെ കെട്ടിച്ചിട്ട് അവർക്കൊരു സമാധാനം ഇല്ലെങ്കിൽ തന്താർക്കും തള്ളാർക്കും എത്ര സമാധാനം ഉണ്ടാവും പോയപ്പോ. ഞാൻ ഇതൊക്കെ ആലോചിച്ച് ഉറങ്ങിയിട്ട് മാസങ്ങളായിക്കൾ പോയപ്പോ. ഈ ഒന്നുകൊണ്ടും ബേജാറാണ്ട സുലൈമാനെ. എല്ലാം ശരിയായിക്കോളും. കണ്ടില്ല ഒരു പിതാവിൻ്റെ വേദന. മക്കളെ കെട്ടിച്ചയച്ചിട്ട് ആ വീട്ടിൽ ഒരു സമാധാനമില്ലെങ്കിൽ എന്താണ് അവസ്ഥ? ഒരു പെമ്മക്കൾക്കും ഇങ്ങനൊരു അവസ്ഥയുണ്ടാകരുത്. നാത്തൂൻ പോരും അമ്മായിമ്മപ്പോരും ഇനി നമുക്ക് വേണ്ട. ഉമ്മ ഉമ്മയാണ്, പെങ്ങന്മാർ പെങ്ങന്മാരാണ്, ഭാര്യ ഭാര്യയാണ്. ആ ഒരു ഓർമ്മ നമ്മളെ ഭർത്താക്കന്മാർക്ക് എപ്പോഴും വേണം.